റിയാസെ എന്റെ ഒരു 30 ലക്ഷം രൂപ ഉണ്ട്. ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? എന്താ നിന്റെ അഭിപ്രായം? ഇതിൽ മൂന്നിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിന്റെ ചോയ്സ് ആണ്. പക്ഷെ ഇതിന്റെ മൂന്നിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഗോൾഡ് എടുക്കാം. ഗോൾഡിൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതിൽ നിന്നൊരു പാസീവ് ഇൻകം നിനക്ക് കിട്ടില്ല. നിനക്ക് റെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഗോൾഡിന് കിട്ടില്ല. ഈവൻ റീസെന്റ് ഉണ്ടായ ഗോൾഡിന്റെ ഡിപ്പ് പോലെ ചില സമയത്ത് താഴോട്ടും പോവാം. പക്ഷെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നീ അതിൽ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. നിന്റെ മൈൻഡ് മുഴുവൻ അതിൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ അതിൽ റിസ്ക് കൂടുതലാണ്. ചിലപ്പോൾ നേരെ ഡൗൺ വന്നാൽ നീ ഇട്ട പൈസ മുഴുവൻ പോകും. എന്നാൽ റിയൽ എസ്റ്റേറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ മൂന്ന് കാര്യത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിയൽ എസ്റ്റേറ്റ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി കയ്യിലുണ്ടാവും. പിന്നെ ഇതിന് ഗ്രാജുവലി ഒരു അപ്രിസിയേഷൻ ഉണ്ടാവും. അതുകൂടാതെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും നമുക്ക് റിയൽ എസ്റ്റേറ്റിന് പറ്റും. അതായത് നമുക്ക് മന്ത്ലി ഒരു റെന്റിൽ കിട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ പ്രോപ്പർട്ടിയുടെ വാല്യൂ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി ദുബായ് പോലുള്ള സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല പ്രൊജക്റ്റിൽ നിനക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ല അപ്രിസിയേഷനോട് നിനക്ക് അത് വിൽക്കാൻ പറ്റും.